കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വേർജിനാണ്, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡുമായിട്ട് ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഐ തിങ്ക് അങ്ങനെ നമ്മളിതൊരു പ്രഷ്യസ് സ്റ്റോൺ ആയിട്ട് കൊണ്ട് നടന്ന് ഇങ്ങനൊരു ഐ ഡോണ്ട് നോ how does that work, പക്ഷെ I think intimacy is a very divine thing. Like according to me, intimacy is a divine thing, and I think when you are intimate with a person, adinte kude kore karyangalundu, the emotional baggage and so many things that happens beyond that influences. Appam enikku I can't get intimate with a person whom I am not emotionally connected with. Appo emotional connectionum karyangalum matters to me, പക്ഷെ വേറെ ആൾക്കാരുണ്ട് to whom it doesn't matters, and it's a very individual choice, and ഈ വെർജിനിറ്റി എന്നുള്ള കാര്യം അതിനെ ഒരു വലിയ എന്താ പറയുക, ലൈക്ക് വെർജിനിറ്റി ആണ് എല്ലാം പെൺകുട്ടികൾ എപ്പോഴും വെർജിൻ ആയിരിക്കണം, ആൺകുട്ടികൾക്ക് എന്താവാം കാരണം അവർ ആണാണല്ലോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ തെറ്റാണ്. കാരണം ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് അവരുടെ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാമെങ്കിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള റൈറ്റ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. ഹൗ ക്യാൻ ഇറ്റ് ബി ഡിഫറെൻറ്റ് ഫോർ two people when they have the same sexual desires? ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവുന്ന സെക്ഷൽ ഫീലിങ്സ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ആൺകുട്ടിക്ക് മാത്രം അത് എക്സ്പ്ലോർ ചെയ്യാം, പെൺകുട്ടിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ബിയാസ്ഡ് ആൻഡ് ദാറ്റ് ഈസ് ഇൻഈക്വൽ. സോ മാരേജിന് മുന്നേ ഉള്ള സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊന്നും ഒരു തെറ്റല്ല. ബിക്കോസ് you as a person have the right to explore things. എന്താണ് ഈ മാരേജിന് കുറേ ഡിവൈൻ, ഫസ്റ്റ് ഓഫ് ഓൾ മാരേജ് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് വെൻ പീപ്പിൾ തിങ്ക് അബൌട്ട് സെപ്പറേറ്റിംഗ്, ഈ ഒരു ഹൈപ്നെസ് കാരണം പീപ്പിൾ ഡോണ്ട് സെപ്പറേറ്റ് ഫ്രം ടോക്സിക് മാരേജസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ്, ബിക്കോസ് പീപ്പിൾ ഹാവ് മെയ്ഡ് മാരേജ് സീം ലൈക്ക് എ ഡിവൈൻ തിങ്. ഇറ്റ് ഈസ് ഡിവൈൻ ഇൻ ഇറ്റ്സ് ഓൺ വേ. പക്ഷെ നമ്മൾ ഒരിക്കലും ടോക്സിസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷന് നമ്മൾ സഹിച്ച് ടോളറേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ആൻഡ് ഓൾ ദിസ് വെർജിനിറ്റി myth and the divine god thing, making it god like, have made it difficult especially for women to walk out of such toxicity and walk out of oppression. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന കുറേ സ്ത്രീകൾ, പേഴ്സണലി അറിയാവുന്ന കുറേ സ്ത്രീകൾ, അമ്മേൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ കുറേ സ്ത്രീകൾ ഡിവോഴ്സ് അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക അങ്ങനൊരു ലീഗൽ ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണം മാരേജ് ഒരു ഡിവൈൻ ആയിട്ടുള്ള തിങ് ആയിട്ട് കാണുന്നതാണ്. വെൻ ദെയർ ഓപ്പോസിറ്റ് പേഴ്സൺ ഈസ് ട്രീറ്റിംഗ് ദം ലൈക്ക് എ സ്ലേവ് ഓർ മേ ബി ട്രീറ്റിംഗ് ദം വെരി ബാഡ്ലി. പക്ഷെ ഈ ഒരു സോഷ്യൽ പ്രഷർ കാരണം അവരൊന്നും എന്താ പറയുക അങ്ങനൊരു ഒരു ഡിവൈൻ തിങ്ങിൻ്റെ വെളിയിൽ നിന്ന് വരാതെ അല്ലെങ്കിൽ മാറി ചിന്തിക്കാനോ താല്പര്യപ്പെടുന്നില്ല. കാരണം വി ആർ വെരി റൂട്ടഡ്, വി ആർ റേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വി സീ sexual intimacy, marriage and so many things related like treated very divinely and religiously, and I think that restricts you from being a person and exploring things as a person. Like നമ്മൾ വളരുന്നത് നമ്മൾ മിസ്റ്റേക്സ് ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് when you go through your own path, അല്ലാണ്ട് നേരത്തെ ആരെങ്കിലും വെട്ടിവെച്ച പാത്തിലൂടെ പോയിട്ട് ഓക്കെ ഐ എക്സ്പ്ലോർ ഡം ദിസ് ആൻഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ തിങ്ക് യു ഷുഡ് എക്സ്പ്ലോർ യുവർ പാത്ത്. I'm not suggesting that you should go do everything that is outrageous. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ബി ട്രൂ to your inner voice, to your intuitiveness, and do things that you will never regret, you know. And that doesn't mean that you should just go away and do things outrageously. No, what I mean is like be honest to yourself. Social pressures and karyangalum should never restrict you from being yourself.